തീർച്ചയായിട്ടും ജിൽസി, ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ വരുന്നത്. കാരണം BJP ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? കാരണം പാകിസ്ഥാനെതിരെ നിലപാട് വ്യക്തമാക്കാനാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം വിദേശത്ത് പോയി പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമെതിരെ ശശി തരൂർ സംസാരിക്കണമെന്നതാണ് കിരൺ റിജിജു ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടത്തുന്നുവെന്ന് തന്നെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു. കാരണം പ്രതിനിധി സംഘത്തിലേക്ക് തരൂരിനെ ഉൾപ്പെടുത്തിയത് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. കാരണം കോൺഗ്രസ് നൽകിയ 4 പേരുകളിൽ ആനന്ദ് ശർമ്മ എന്ന പേര് മാത്രമാണ് ഈ പ്രതിനിധി സംഘത്തിലേക്ക് BJP ഉൾപ്പെടുത്തിയത്. ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ശശി തരൂരിന്റെ ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനാക്കി കൂടി BJP കൊണ്ടുവന്നു. അപ്പോൾ ശശി തരൂരിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളിൽ അതിൽ കൃത്യമായി പ്രതിരോധിക്കുവാൻ തന്നെ BJP തീരുമാനിച്ചിരിക്കുന്നത്. തരൂർ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ പ്രവർത്തക സമിതി യോഗത്തിൽ തനിക്കെതിരെ നിർദ്ദേശങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്കെതിരെ അല്ലെങ്കിൽ തന്നെ ഇതുവരെ ആരും താക്കീത് ചെയ്തിട്ടില്ല, അത്തരം നിർദ്ദേശങ്ങളില്ല എന്നതായിരുന്നു തരൂരിന്റെ ഒരു വാദമുണ്ടായിരുന്നത്. ഇപ്പോൾ പരസ്യമായി തന്നെ നേതാക്കൾ തരൂരിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും തരൂരിന്റെ പ്രതികരണം എന്നതാണ് ഇനി എല്ലാവരും